നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, കഴിഞ്ഞ 2 ദിവസം ചെമ്പറക്കി ഭാഗത്ത് പ്രോഗ്രാം ആയതുകൊണ്ട് പരിപാടി നടത്താത്തതിൽ ക്ഷമ ചോദിക്കുന്നു. മറ്റൊന്ന്, സ്വാമി വിവേകാനന്ദ അവരുടെ ജന്മദിനമാണ്. ആ മഹാത്മാവിനെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. മറ്റൊന്ന്, ഷാനിമോൾ ഉസ്മാൻ്റെ ഫാദർ കഴിഞ്ഞ ദിവസം മരിച്ചു. എൻജിനീയർ ഇബ്രാഹിം എന്നാണ്, ആലപ്പുഴത്താണ്. എൻ്റെ ജന്മദേശമായ ചെമ്പറക്കിയിൽ കീൻ എന്നൊരു പറഞ്ഞൊരു കീടനാശിനി ഉണ്ടാക്കുക അമ്മയുണ്ടായി. ഇപ്പോഴില്ല പുള്ളി. 70 കാലഘട്ടത്തിൽ ഞങ്ങളവിടെ അദ്ദേഹം താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ കൂടുകയും തമാശ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനാണ്. പുള്ളി എപ്പോഴും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. അതൊരു ശീലമുണ്ട്, ഇങ്ങനെ അതൊരു ശീലമായി തുടങ്ങി. അപ്പോൾ അദ്ദേഹം 90 വയസ്സായി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി നേരുന്നു. പടച്ചവനെ, അള്ളാഹുവെ, അങ്ങയുടെ എല്ലാ പാവങ്ങളുണ്ടെങ്കിൽ പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദുആ ചെയ്യാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന്, PA മുക്താർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കൗൺസിൽ മെമ്പറാണ്. സ്റ്റാൻഡിംഗ് കോൾ ചെയർമാൻ തിരഞ്ഞെടുത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ആ യുവ കോമളനും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. ഇബ്രാഹിം സാഹിബിൻ്റെ അനുസ്മരണ പരിപാടി ഇന്നലെ ചെമ്പറക്കിൽ നടന്നു. അപ്പോൾ ഇനി വാസ്തവത്തിൽ നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയുടെ ഉടമയായിരുന്നു മാധവ് ഗാഡ്ഗിൽ. പ്രകൃതി അങ്ങേറ്റം സ്നേഹിക്കുകയും ഭാവി തലമുറയ്ക്ക് വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടക്കുകയും ചെയ്ത ആ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ആത്മാവ് നിത്യശാന്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു അനുസ്മരണ സമ്മേളനം നില പെരുമ്പാവൂർ ഭാഗത്ത് നടത്തി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ വഴിക്കാണ് ചെമ്പറക്കിൽ നിന്നപ്പോൾ നേരത്തെ ക്ഷണിച്ചിരുന്ന ബഷീറും ടീമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാലം ഒഴിവാണെന്ന് പറഞ്ഞാണ്. അവർ പോകുന്ന വഴിയിൽ അവിടെ നിർത്തി കണ്ട് സംസാരിച്ചപ്പോൾ അവർക്കുടെ നിർബന്ധം കഴിഞ്ഞ് പിന്നെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ ആയതുകൊണ്ട് മറ്റേ പെരുമ്പാവൂർ പരിപാടിക്ക് വേറെ പാർട്ടിയുടെ ആൾ വിളിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്ത് സംസാരിച്ചോ നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ കങ്ങരപ്പടി, തേവക്കൽ, പൊക്കാട്ട് വഴി എറണാകുളത്തേക്ക് വരുമ്പോഴേ തേവക്കൽ ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ അനുസ്മരണത്തിൽ ഞാൻ പറഞ്ഞ ഒരേ ഒരു പോയിന്റ്, നമ്മൾ കല്യാണ സദ്യക്ക് ചോറ് മുഴുവൻ എന്തോന്ന് അറിയാൻ 1 or 2 ഞെക്കി നോക്കും, അല്ലെ എല്ലാം നോക്കില്ല. അതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ കഴിവ് അറിയാം. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് കൺമുമ്പിൽ കാണുന്നത് കങ്ങരപ്പടി വികസനമാണ്. കങ്ങരപ്പടി വികസിച്ച് ഞാൻ ഇന്നലെ വൈകിട്ട് അതിലെ വണ്ടി ഓടിച്ച് ചെമ്പറക്കിൽ പോയി, ഇന്ന് രാവിലെ അതിൽ പോകുന്നു. എന്തൊരു വികസനമാണ്, എന്തൊരു മാറ്റമാണ് കങ്ങരപ്പടി വന്നിരിക്കുന്നത്. അത് 5 വർഷമാണ് PWD മന്ത്രിയായിരുന്നത്. നമ്മുടെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് 10 വർഷമായി. രാജീവാണി ആ ജില്ലയിലെ മന്ത്രിയാണ്, രാജീവിൻ്റെ മേഖലയാണ്. രാജീവ് PWD അല്ല, അദ്ദേഹത്തിൻ്റെ വ്യവസായമാണെങ്കിലും ബന്ധപ്പെട്ട് ആ തേവക്കൽ ജംഗ്ഷൻ ഒന്ന് വികസിപ്പിച്ചിരുന്നെങ്കിൽ നാളെ ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനോട് പറഞ്ഞ പോലെ അങ്ങയെക്കുറിച്ചും പറയാമായിരുന്നല്ലോ. എന്ത് മറന്നു പോന്ന്. 2 സൈഡും സ്കൂളുണ്ട്, സ്കൂളിൻ്റെ സർക്കാർ സ്ഥലമാണ്. ആ ജംഗ്ഷൻ വികസിപ്പിക്കണ്ടേ? ദയവ് ചെയ്ത് രാജീവ്ജിയോട് പ്രത്യേകം പറയാണ്, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്, അതൊന്ന് വികസിപ്പിക്കണം. അതിനോടൊപ്പം തന്നെ ചെമ്പറക്കി ആലുവ മൂന്നാർ റോഡ്, ആലുവ പെരുമ്പാവൂർ റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണ്. വളരെയധികം ട്രാഫിക്കുള്ള സ്ഥലമാണ്. ആ ജംഗ്ഷൻ കൂടി തേവക്കലും ചെമ്പറക്കിയും വികസിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, എറണാകുളം ഉക്കാട്ടോടി സിറ്റി സ്വകാര്യ ബസ് സർവീസ് ചെമ്പറക്കി എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഹൈവേയിൽ മുട്ടുന്ന ജംഗ്ഷൻ അങ്ങോട്ട് നീട്ടാൻ നമ്മൾ 10-15 വർഷം മുമ്പ് വളരെ സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അടുത്തതിൻ്റെ ഭാവിയിൽ ഒരു പരിപാടി വഹിക്കാൻ പരിപാടിയുണ്ട്. അതെല്ലാം 100 വർഷത്തോളം പഴക്കമുള്ള പെരിയാർ വാലി കനാൽ പാലം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അതും വീതി കൂട്ടി പൊക്കണം, കുറേയൊക്കെ ചെയ്യണം സർക്കാർ. അതിനേക്കാളൊക്കെ വെറും ഒരു ബൈ റോഡിൽ പോകുന്നതാണ് വേലുനായർ പീടിക എന്ന് പറഞ്ഞത്, നായർ പീടിക. ആ പാലം ഇരട്ടി വീതിയാക്കി, 10-15 വർഷം മുമ്പ് വീതിയാക്കിയ.
ഇത് ഏറ്റവും ട്രാഫിക്കുള്ള സ്ഥലമാണ്. ഒന്നും നമ്മുടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഭരണകർത്താക്കളും ശ്രദ്ധിക്കുന്നില്ല. അത് ചെയ്യും. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം, എന്നിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഒന്ന്, എടപ്പള്ളി ടോള് വളരെയധികം വികസന സാധ്യതയുള്ള മേഖലയാണ് എടപ്പള്ളി ഭാഗങ്ങൾ. അവിടെ എറണാകുളത്ത് തമ്മിൽ ലെഫ്റ്റിലേക്ക് പോകുന്ന കുരിശിനോട് ചേർന്ന് പോകുന്ന VP മരിക്കാർ റോഡ്, അവിടെ 2 സ്ലാബ് ഇല്ലാതെ ഇട്ട് ദിവസങ്ങളായെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്ലാബ് 100 കണക്ക് വണ്ടികൾ പോകുന്നതാണ് ആൾക്കാർ നടന്നു പോകുന്നത്. ആ സ്ലാബ് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതോടൊപ്പം തന്നെ ടോൾ ജംഗ്ഷനും ഒന്ന് വികസിപ്പിച്ച് അവിടെ ഒരു ഫ്ലൈ ഓവർ കൂടി വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കാര്യം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ പൊക്കാട്ടോടി ഭാഗത്ത് പോകുമ്പോഴേ സാധാരണ ഈ C-class ക്ലബ്ബുകാരൊക്കെ ഇതുപോലെ ലോകോത്തര പ്രസിദ്ധമായ ലൂലുവിൻ്റെ ബോർഡ് വെച്ച് ഒരു ജീപ്പിൽ അനൗൺസ് ചെയ്യാണ് പല പല ആനുകൂല്യമാണെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു പോയി, ലൂലു പോലും ഇത്രയും പ്രതിസന്ധിയിലാണോ? ഒരു ജീപ്പിൽ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണമെങ്കിൽ എത്ര കണ്ട് ബിസിനസ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് ബിസിനസ്സിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. സാധാരണ കടകളൊക്കെ അറിയാം, നിന്നുപോയി എല്ലാം. ലൂലു പോലും ക്ഷീണത്തിലാണ് എന്ന് വേണം കണക്കാക്കാൻ. കാരണം അവർ സപ്ലിമെന്റ് പോലെ പത്രങ്ങളിൽ കൊടുക്കണം, പോത്തീശ്വർ കൊടുക്കണം. അതുപോലെ അല്ല അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞത്. അത് കുറച്ചുകൂടി ഗ്രേഡ് കുറഞ്ഞ പരിപാടിയാണ്. നല്ല സ്ഥലത്തൊന്നും അത്ര പരസ്യം ആവശ്യമില്ല. അപ്പോൾ ലൂലു പോലും പ്രതിസന്ധിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ഇതൊരു മനഃശാസ്ത്ര ഗ്രൂപ്പും തത്വജ്ഞാനി ഗ്രൂപ്പും ശാസ്ത്രീയ ഗ്രൂപ്പൊക്കെയാണ്. പൊളിറ്റിക്കൽ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണ്. ആ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയിൽ ഞങ്ങൾ ഗ്രൂപ്പ് ചില കാര്യങ്ങൾ അപ്പോഴെപ്പോഴും ഉണർത്താറുണ്ട്. അതിപ്പോൾ ഞങ്ങൾ വന്ന പ്രധാന 2 പോയിന്റ്. ഒന്ന്, വരും കാലങ്ങളിൽ LDF എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയെ നിലനിർത്തണം. ഇടതുപക്ഷ മുന്നണി നിലനിൽക്കണമെങ്കിൽ UDFന് ഇത്ര അധികാരത്തിൽ കയറ്റണം. UDF അധികാരത്തിൽ കയറ്റാതെ LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മറ്റേ പശ്ചിമബംഗാൾ പോലെ ത്രിപുര പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു. ഇന്നൊരു മഹാൻ പറഞ്ഞ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷങ്ങൾ ഭരിച്ചാണ് പശ്ചിമബംഗാൾ ഏകപക്ഷീയമായിട്ട്. ഇന്നൊരു ചുവന്ന കോടി, പണ്ട് ലീഗിൻ്റെ നേതാവ് പറഞ്ഞാൽ ചുവന്ന കോടി ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറയുന്ന പോലെ ഇന്ന് ബംഗാളിലേക്ക് ചുവന്ന കോടി വളരെ അപൂർവമാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസ് കയറി, പിന്നെ ബാക്കി കുറച്ച് BJP കയറി. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ലോക കമ്മ്യൂണിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്? കൽക്കട്ട പശ്ചിമബംഗാൾ ഇതാണല്ലേ, അവിടെ 10, 40, 50 വർഷം മറ്റ് ഭരിച്ചിട്ട് 35, 40 വർഷമായിട്ട് ജ്യോതിബാസുവിനെ മുഖ്യമന്ത്രിയായിരുന്നു. ഭരിച്ചിട്ടും അവിടുത്തെ യുവാക്കള് കേരളത്തിലേക്ക് വരാണ് ജീവിക്കാൻ വേണ്ടി. മറ്റു നന്ദിഗ്രാമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതേ അവസ്ഥയാണ് കേരളത്തിലാകാൻ പോകുന്നത്. ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും, ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ താഴെ പോയിട്ടും മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പ് അതൊന്നും അംഗീകരിക്കുന്നില്ല. യാതൊരു ക്ഷീണമില്ലെന്നാണ്, യാതൊരു ക്ഷീണമില്ലത്. ജനങ്ങളിടയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയും പ്രവർത്തകരുടെയിൽ അവരെത്ര നിരാശരാന്നറിയോ. അതുള്ള ആലപ്പുഴയ്ക്ക് BJPക്ക് വോട്ട് കിട്ടിയത്. ഞാൻ ചെമ്പറക്കിയിൽ എൻ്റെ തൊട്ടടുത്ത വാർഡിൽ മത്സരിച്ചു. അവിടെ വേറെ നോമിന് നിന്നിട്ട് അവന് 100 വോട്ട് കിട്ടി. അവിടെ BJP ഇല്ല, ആകെ 5-6 BJP ഉള്ളൂ. പിന്നെ ഇവിടുന്ന് വോട്ട് കിട്ടിയത് ലീഗുകാർ വോട്ട് കിട്ടൂല, കോൺഗ്രസ് കിട്ടൂല. കമ്മ്യൂണിസ്റ്റിൽ പിണറായി വിരുദ്ധ ഗ്രൂപ്പുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വോട്ട് ചെയ്തില്ലെങ്കിൽ ലിസ്റ്റ് കണ്ടുപിടിക്കും, സമാനം പറയണം. നോട്ടയില്ല, നോട്ടിപ്പോൾ ഇല്ല, നിർത്തിയില്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ആകെ ചെയ്യാവുന്ന ഒരേ ഒരു ഇതുള്ളൂ, അസ്വാദമാക്കാനും പറ്റില്ല. അതൊക്കെ മോശമല്ലേ? ഒരേ ഇതുള്ളൂ, എന്താണത്? ആ സ്വതന്ത്രം വോട്ട് ചെയ്യുക. അങ്ങനെയാണ് 100 വോട്ട് കിട്ടിയത്. അല്ല, ആ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി തോറ്റത് സ്ഥാനാർത്ഥി കുഴപ്പമോ അല്ലെങ്കിൽ മറ്റ് അടിയൊഴുക്കൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉണ്ടായ അടിയൊഴുക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് UDF തരംഗം UDFിലും വന്ന് മാറ്റും. ഇത് രണ്ടും കൊണ്ടാണ് ആ യുവാവ് തോറ്റത്. ആ യുവാവിൻ്റെ കുഴപ്പമില്ല അത്.
പാർട്ടിക്ക് പറ്റിയ ക്ഷീണമാണ്. അപ്പോൾ എന്നിട്ടും CPM-ന്റെ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾക്കോ പിണറായി സഖാവിനോ മനസ്സിലാകുന്നില്ല. അവരിപ്പോഴും അതിനെ ആവർത്തിക്കുകയാണ്, തനി വർഗീയതയിലേക്ക് ചിന്തിക്കുകയാണ്. പണ്ടൊക്കെ ഒരു മുസ്ലിം നാമധാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തുണ്ട്, ഇന്നിപ്പോൾ ഒരു വലിയ ചടങ്ങ് കളിച്ചല്ലോ, അതിലൊരു മുസ്ലിം നാമധാരി ഇല്ല. മുസ്ലിം നാമധാരി പോലും അവർ വയ്ക്കുന്നില്ല, കാരണം പേടിയാണ് വെച്ചാൽ വോട്ട് പോയിക്കൊള്ളുന്നതായിട്ടാണ്. അങ്ങനെ ഹിന്ദു വോട്ട് മുഴുവൻ സമാഹരിക്കാനും ആ കൂട്ടത്തിൽ ക്രിസ്തീയ വോട്ട് കിട്ടും, അതിപ്പോൾ പ്രതീക്ഷയില്ല. എൻ്റെ പൊന്ന് സഖാക്കളെ, ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് ദളിത് ഹിന്ദു അല്ല, ഈഴവൻ ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറയുന്നത് നായർ മുതൽ മുകളിൽ 4 ചാതുർവർണ്ണത്തിലെ 4 വർണ്ണം വരെ, അത് ആകെ കൂടി വളരെ കുറച്ച് 10% താഴെയുള്ള കേരളത്തിൽ. പിന്നെ നിങ്ങൾ അത് വർഗീയമായിട്ട് ചിന്തിക്കുന്ന BJP സംഘപരിവാറിന് കിട്ടും. പിന്നെ നിങ്ങൾ എങ്ങനെ ഹിന്ദു വോട്ട് കണക്കാക്കും? ഇനി മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളല്ലാത്ത എല്ലാം ഹിന്ദു ആണെന്ന് വയ്ക്കുക, എന്നാൽ തന്നെ 50% ഉള്ളൂ. ഈഴവനും പുലയനും ഒക്കെ ചേർത്താൽ 50% ഉള്ളൂ. ഈ 50%-ൽ 50% കുറച്ച് കോൺഗ്രസ് ആയിരിക്കില്ലല്ലോ. നല്ല ശതമാനം ഈഴവ് ഉൾപ്പെടെ നല്ല ശതമാനം BJP പോവും, പിന്നെ കമ്മ്യൂണിസ്റ്റ് വരും കിട്ടും. പിന്നെ നിങ്ങൾ എങ്ങനെ 100 സീറ്റ് പ്രതീക്ഷിക്കുന്നു? എവിടെ കൊണ്ട് പ്രതീക്ഷിക്കുന്നു? ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നില്ല, അടിപൊളി മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ, 2 പഞ്ചായത്തും 3 പഞ്ചായത്ത് 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2 അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് ഇലക്ഷന് ബാധകമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അറബിക് സർവകലാശാലയ്ക്ക് എതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു എതിരുണ്ടായപ്പോൾ ഒരു 2% വോട്ട് മാറി വോട്ട് ചെയ്ത്, അത് LDF വോട്ട് ചെയ്ത് 2% വോട്ട് ഇരിക്കാൻ 1.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 3000 വോട്ടില്ലേ? 60 മണ്ഡലങ്ങൾ ജയിക്കുന്ന 500-2000 വോട്ടിനാണ് ഇത് പകൽ പോലെ സത്യമല്ലേ? അങ്ങനെ കിട്ടിയതാണ് ഈ 99-98 സീറ്റൊക്കെ. അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. തന്നെയല്ല, ശബരിമലയുടെ അനുഗ്രഹം കൊണ്ടോ ശബരിമലയുടെ ഗുണം കൊണ്ടോ കമ്മ്യൂണിസ്റ്റ് ജയിച്ചോ അല്ലെങ്കിൽ തോറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചോ അല്ല. അങ്ങനെയാണ് ഈ സമയത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമല ഉണ്ടായല്ലോ, ഇന്ന് ഡൽഹിയിലേക്ക് പോയില്ലോ. അവിടെ എന്താ ഈ 2 അസംബ്ലി ഇലക്ഷൻ UDF കിട്ടായിരുന്നത്? അപ്പോൾ UDFനോ ശബരിമലയുടെ അനുകൂലം അല്ല, ശബരിമല അല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ വിശ്വാസമാണ്, വിശ്വാസമല്ല. അതിൻ്റെ കൊണ്ടല്ല വോട്ട് കിട്ടി. വോട്ട് കിട്ടിയത് അറബിക് സർവകലാശാല തുടങ്ങാത്ത പേരിൽ ഉത്തര കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖല മുസ്ലിം സമുദായത്തിന് ഒരു 2% വോട്ട് തിരിഞ്ഞു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കിട്ടിയത്. പക്ഷെ അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും പഴയ വർഗീയത എന്ന് പറഞ്ഞാണ്, ആടൊക്കെ മറന്നുപോകേണ്ട സംഭവമാണ്, അതൊക്കെ ആവർത്തിക്കുകയാണ്. ഇനി വേറെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതാണ്ട് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കൊണ്ട് വലുതായിട്ട് ഒരു ആഹ്ലാദത്തിലാണ്. അത് അപകടം ചെയ്യും. അത് 2-3 ഉദാഹരണം പറയാം. ഒന്ന്, ഈ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സദ്ദാം ഹുസൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് 1 വർഷം കിട്ടുകയും 1 വർഷം പിരിച്ചുവിട്ട് അസംബ്ലി പിരിച്ചിട്ട് ഇലക്ഷൻ നടത്തി. വട്ടപൂജ തകർന്നു പോയി. അതിൽ ഇന്ത്യ തിളങ്ങുന്ന മഹാജൻ നമ്മുടെ ബോംബെയിൽ BJP ആള് നടത്തി വാജ്പേയിക്ക് ശേഷം, അതും തോറ്റുപോയി, ഭരണം കിട്ടിയില്ല. അപ്പോൾ അന്ധമായി നിങ്ങൾ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ആഹ്ലാദം ചെയ്ത് കോൺഗ്രസ്സുകാരോട് പറയണം, UDFോട് പറയണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തൻ്റെ ആ പയ്യൻ MLA ഉണ്ടല്ലോ, ആ MLA ഒരു കാരണവശാലും പത്തനംതിട്ടയെന്നോ അടൂരിൽ ഒന്നും കൊണ്ടുവന്ന് പാലക്കാട് നിർത്താൻ ആവശ്യമില്ല. മറ്റേ ഷാഫി പറമ്പലിനെ പാലക്കാട് മാറ്റി വടകര കൊണ്ട് നിർത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്ത് തെറ്റാണ്. തന്നെയുമല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടൊക്കെ ഈ മഹാനെ തിരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസ്സുകാരെ പ്രത്യേകിച്ച് UDF നേതാക്കളെ നിങ്ങൾക്ക് എവിടെ വിളിച്ചിരിക്കുകയായിരുന്നു? ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആളെ കുറിച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മനസ്സിലാക്കണ്ടേ? ഒരു ചെറുപ്പാണ്, ഒരു സംഭവം മനസ്സിലാക്കാം, ഒരു തെറ്റ് ആർക്കും ചെയ്യാതെ പണ്ടാരോ പറഞ്ഞ പോലെ. ഇത് നിരന്തരമായിട്ട് പരാതിവരാണ്, ശരിയാകട്ടെ തെറ്റാകട്ടെ, നിരന്തരമായിട്ട്. ഞങ്ങൾ ദിലീപിനോട് പറഞ്ഞ് അതേ ഭാഷ ഇപ്പോഴും പറയാണ്, അങ്ങനെ ദിലീപ് തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോഴും വന്നില്ല, അപ്പോഴും ഇപ്പോഴും പറയില്ല. പക്ഷെ അങ്ങനെ ആരോപണം വരാൻ പാടില്ല. അതുപോലെ ഈ MLA കുറിച്ച് അങ്ങനെ ആരോപണം വരാൻ പാടില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ അതിനൊരു ന്യായീകരണം വേണം. ഇത് ആരോപണം വീണ്ടും വരാല്ലേ? മുഖ്യമന്ത്രിയെക്കുറിച്ച് വിമർശിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ഒരു അവസരമായില്ലത്, ഇപ്പം ജയിലിൽ കിടക്കാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ സ്ഥാനം വലിയ സ്ഥാനമാണ്. ഒരുപക്ഷെ മുതിർന്ന കോൺഗ്രസ് വഴികാട്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യുവജന വിഭാഗം എല്ലാ പാർട്ടിക്കും.
അങ്ങനെ പ്രസിദ്ധ ആളുടെ ബാഗ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മണ്ടനാണ്. ഈ മുരളീധരൻ ഉൾപ്പെടെ മണ്ടനാണ്. മുരളീധരൻ വലിയ പൊങ്ങച്ചപ്പാണല്ലോ. മുരളീധരൻ ഉൾപ്പെടെ മുരളീധരക്ക് അറിയില്ലേ ഈ രാഹുൽ തെറ്റിദ്ധരിക്കും. രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഈശ്വരല്ല, രാഹുൽ വരുന്നല്ലോ ആ MLA. അങ്ങനെയൊക്കെ ആക്കാവോ? അതുകൊണ്ട് ഷാഫിയുടെ മുൻകൈ എടുത്ത് ഷാഫി വായിച്ചു പിടിച്ചു പറഞ്ഞേ. എനിക്ക് ശേഷം ഒരാൾ വേണം, എൻ്റെ ആൾ വേണമെന്ന് ഷാഫി പിടിച്ച്. കേരളത്തിൽ ആരും അങ്ങനെ എനിക്ക് ശേഷം ഇന്നയാൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാർ വയ്ക്കുന്നല്ലാതെ. ഇത് ഷാഫി നിർബന്ധം പിടിച്ച് യൂത്തോട് പ്രസിഡന്റ് ആക്കണം, പിന്നെ എനിക്ക് ശേഷം പാലക്കാട് നിൽക്കണം. എൻ്റെ പൊന്നും മോനെ ഷാഫി, നിനക്കൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അത് നീ കളഞ്ഞു വിളിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ല എന്നാള് ദൃഢപ്രതി ഇപ്പം തന്നെ പേശകുണ്ട്. എങ്കിലും നമ്മളതൊക്കെ പൊരുത്തുവാണ്, വളർന്നു വരട്ടെ. പക്ഷെ എന്തുകൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ? എന്താണ് ആരോപണം? ആരോപണത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും അത് ആണ് തന്നെയാണോ, പെണ്ണും ബാധകല്ലെന്ന്. കാരണം ലോഡ്ജിലേക്ക് മുറി ബുക്ക് ചെയ്തൊക്കെ ആരാണ്? ഈ പെണ്ണെന്നാണ്. മുറി ബുക്ക് ചെയ്യുന്ന പെണ്ണൊക്കെ അറിഞ്ഞില്ലാതെ പറയാൻ പറ്റുമോ? ലോഡ്ജിൽ മുറി ബുക്ക് ചെയ്യും ബാധകൊക്കെ. നമ്മൾ ജോസ് തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്ത്രീ പറഞ്ഞ എന്താണ്, അവള് വന്നിട്ട് വീഡിയോ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അറിയാലും ദുരുദ്ദേശം. അതുപോലെ മുറി ബുക്ക് ചെയ്തവരാണ് ഈ സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? പക്ഷെ എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആൾക്ക് വീഴ്ച പറ്റിയെങ്കിൽ അത് സമൂഹം എന്ന നിലയിൽ, നേതാക്കൾ എന്ന നിലയിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഈ കോൺഗ്രസ് വീഴ്ച പറ്റിയെങ്കിൽ UDF നേതാക്കൾ അവർക്കറിയില്ലേ? മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അറിയില്ലേ? ഇങ്ങനെ പെണ്ണുപിടിക്കാൻ പോയി പല പ്രാവശ്യവും അറിയായിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് നേതാക്കൾ നിങ്ങളൊക്കെ? അപ്പം ഇതവിടെ ഒരു മണ്ടന്റെ അല്ലെങ്കിൽ കുരുടിന്റെ മാവേലി റോലിയാ കൊണ്ട് കിട്ടിയത്. അതുപോലെ ഇപ്പോഴും ലീഗ് ഉൾപ്പെടെ UDF ഭാരവാഹികൾ ഒരു പരീക്ഷണം നടത്താണ്. ഇപ്പോൾ വ്യക്തതയില്ല. ഇത്ര കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ പ്രതീക്ഷ, 2ാം സ്ഥാനം രണ്ടാമത് എങ്ങനെ കിട്ടുമെന്ന്. കിട്ടിയില്ല. 3ാമത് കിട്ടിക്കൊള്ളുന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ നിങ്ങൾ മണ്ടത്ത് കാണിക്കില്ല. അത് മറ്റു മണ്ടത്ത് കൊച്ചിയിലെ സീറ്റ് ഇപ്പൊ LDF KV തോമസ് പക്ഷെ വീണ്ടും കൊച്ചിയിലാക്കാൻ എറണാകുളത്ത് ആക്കാൻ കേട്ട്. പക്ഷെ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവർക്ക് പറ്റിയില്ല. അപ്പോൾ ഇതിനെ ഉള്ള പിടിച്ചിടും. പക്ഷെ അതുപോലെ കൊച്ചിയിൽ മറ്റേ 4 പ്രാവശ്യം ജയിച്ചു 2 പ്രാവശ്യം ജയിച്ചോ മന്തൊക്കെ ആയിരുന്ന ആൾ, വയസ്സുമായ ആള്, എന്തിനാണ് അവർക്ക് ഒരു അവസരം കൊടുക്കുന്നത്? ലത്തീനാണ്. ലത്തി മാത്രമാണോ? ലത്തിയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നേ. ലത്തിയിൽ കൊടുക്കുന്നു നമ്മൾ കുറ്റം വന്നില്ല. കാരണം ലത്തീനൊക്കെ സമുദായം പിന്നോക്ക സമുദായമാണ്, ക്രിസ്ത്യൻ സമുദായം, അതൊന്നും ഒരു പരാതിയില്ല. പക്ഷെ അതിൽ നിങ്ങൾ അർഹതയുള്ളവർക്ക് ചെറുപ്പക്കാർക്ക് കൊടുക്കുക. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടത്തി. ഇത്തരം എല്ലാ വയസ്സന്മാർക്കും കൊടുത്തതാണ്. അപ്പൊ അതിന്റെ അർത്ഥം പ്രായമായവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണം പറ്റിയത്. അവർ പ്രവർത്തന ദൂഷ്യമാണ്. അവർ കോൺഗ്രസിന് പ്രായമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച് ജയിപ്പിക്കാൻ ചിന്തിക്കുന്നത് തെറ്റാണ്. പ്രായമുള്ളവരെ മാറ്റണമെന്നല്ല, അവർക്ക് അവരുടേത് അർഹതയുള്ളവർക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കുറച്ച് ബാക്കി യുവജനങ്ങൾക്ക് കൊടുക്കണം, അവസരം കൊടുക്കണം. ഇത് 4 പ്രാവശ്യം മത്സരിച്ച് ഇപ്പൊ സതീശന് സതീഷ് ഇപ്പൊ ഞാൻ 5 പ്രാവശ്യം അവിടെ മത്സരിച്ച ആളാന്ന് എത്ര വികാരപരമായിട്ട് ഇത് അവകാശത്തോടെ പറഞ്ഞു. എന്തോ 5 പ്രാവശ്യം മത്സരിച്ച് യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കണം. പറഞ്ഞു വിശ്വസിക്കോ? ഏതെങ്കിലും കോൺഗ്രസ് സമ്മതിക്കോ സതീഷോട് സീറ്റ് കൊടുക്കാതിരിക്കാൻ സമ്മതിക്കോ? ഞാൻ കൊടുക്കണം ഞാൻ പറയത്തില്ല. പക്ഷെ അതൊരു അലങ്കാരമായിട്ട് പറയരുത്. KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ യോഗ്യത. ഞാൻ 10 പ്രാവശ്യം MLA ആയി മത്സരിച്ചു. 10 പ്രാവശ്യം MLA മത്സരിച്ച് അവിടുത്തെ അർഹതയുള്ളവരെ ചൂഷണം ചെയ്യല്ലേതോ? അത് കഴിവായി കണക്കാക്കാൻ പറ്റുമോ? സതീഷപ്പം ഞാൻ 5 പ്രാവശ്യം മത്സരിച്ചു. ഇരിക്കൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ് UDF കൂടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് വാങ്ങി പോരാം. പക്ഷെ ഞങ്ങൾ അതല്ല ചിന്തിക്കുന്നത്. ഞങ്ങൾ രാജ്യമാണ്, രാജ്യം നന്മയാണ്, ഭാവി തലമുറയ്ക്കാണ്. മറ്റുള്ള പോലെ ഒരു MLA ആകും, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലോ ഒക്കെ ആകാം, അല്ലെങ്കിൽ അതിൽ ബോർഡ് ചെയർമാനൊക്കെ ആ കൂടെ നിന്ന് റാമുകളിൽ നിന്ന് ആകാം. പക്ഷെ നമ്മൾ അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുക. കാരണം രാജ്യം നന്മയാണ്, ജനം നന്മയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് LDF നിലനിർത്താൻ വേണ്ടി ശ്രമമാണ്, UDF അധികാരത്തിൽ കയറ്റാൻ ശ്രമമാണ്. UDF അധികാരത്തിൽ കയറിയാൽ മാത്രമേ LDF ഇത്തവണ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്തവണ UDF തോറ്റ് LDF വരും, LDF അവർ തീരുകയും ചെയ്യും. പിന്നെ ഏകപക്ഷമായിട്ട് വരുന്നത് BJP ആണ്. അത് വരാണ് നിങ്ങൾക്ക് ഉള്ളാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ കളിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിച്ചില്ല, നാളെ മറ്റന്നാളെ വോട്ടുണ്ടാകുന്നതാണ്. നിങ്ങൾ ആ BJPയിലേക്ക് കൊടുത്തില്ലേ? വെള്ളിയൊക്കെ ചെന്ന് പ്രധാനം വലിയ ആളായി അവിടെ പ്രവർത്തിച്ചിട്ട് ഈസിയായിട്ട് BJPയിലേക്ക് ഭരണം കൊടുത്തു.
BJP ഭരണം കൊടുത്താലേ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് കോൺഗ്രസ് പോലെയല്ല പോയിപ്പിച്ചെടുക്കാൻ പ്രയാസമാണ്. കാരണം അത് സംഘപരിവാർ നയിക്കുന്നതുകൊണ്ട് 100 പട്ടിണി എടുത്താലും അവർ പുറത്തു വരില്ല. ഞാൻ ഈ അംബേദ്കറിനെ പറയുമ്പോൾ ഈ പല വിഭാഗത്തിൽപ്പെട്ട അംബേദ്കർക്ക് അവർക്ക് പട്ടിണി എടുത്താലും ആശയം മാറില്ല, അത്ര തീവ്രം. അതുപോലെ സംഘപരിവാറും പിന്നെ അവർ മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റിയെടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒരുമിച്ച് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കില്ല. അതുപോലെ അടുത്ത് മുഖ്യമന്ത്രി ആകുമ്പോൾ BJP ആക്കാണ്ട് ഇവരെ പിടുത്തം. സ്വന്തം നിൽക്കുകയില്ല, പരം യോജിക്കുകയില്ല. ഇത്ര വൃത്തികെട്ട ഈ നേതാക്കളെ വെച്ചുകൊണ്ട് ഈ LDF UDF രണ്ടിനെ പറഞ്ഞത് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അവിടെ BJP വരുമെന്നുണ്ടെങ്കിൽ അതിന് നീക്കോക്ക് വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഈ നേതാക്കൾക്കുണ്ടോ? സാമാന്യ ബുദ്ധിയെങ്കിലും. ഈ മുരളീധരൻ ഉൾപ്പെടെയാണ്. ഞാൻ ഇവരൊക്കെ വിമർശിക്കുമ്പോൾ എനിക്ക് ആപത്താണെന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ വ്യക്തിയേക്കാൾ വലുതല്ല രാജ്യത്തേക്കാൾ വലുതല്ല വ്യക്തി. എൻ്റെ ലാഭമല്ല ഇവിടെ താല്പര്യം, രാജ്യം നന്മയാണ്. അതുപോലെ തന്നെ പറയുന്നത് ഇവർക്ക് മുരളീധരൻ പോയി തിരുവനന്തപുരത്ത് കളിച്ച് BJP ഭരണം കൊടുത്തു. അല്ല, അവിടെ ഒരു കാരണവശാലും 10 സീറ്റ് നിലവിലുള്ള UDF വിചാരിച്ചാൽ 10 സീറ്റ് നിലനിർത്തുകയും ബാക്കി 41 സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റൂലെന്ന് ഏത് കുഞ്ഞും അറിയാം. എന്നിട്ട് പോലും ഈ UDF നേതാക്കൾ മുരളീധരൻ ഉൾപ്പെടെ ആ പയ്യനെ കൂടെ നിർത്തി ജയിച്ചു. BJP കൊടുത്തില്ലേ? അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നല്ലോ, ഒരു അടവ് നയം ഉണ്ടായിരുന്നല്ലോ. എന്ത് നിങ്ങൾ അടവ് നയം കാണിച്ചില്ല? ഇപ്പം വീഴ്ച ലാസ്റ്റ് സീറ്റ് വീഴ്ചത്തുള്ളത് അത് നിങ്ങളുടെ അടവ് നയം കാണിച്ചോ? ഇല്ല. നിങ്ങൾ ഒരുപാട് പിടിച്ചു. ഇപ്പം BJPയുടെ ഒരു ഹോൾഡുള്ളതല്ല, റിസൾട്ട് മറ്റേതാൾ അറിയാം, ഞാൻ ഇപ്പം പറയുന്നില്ല. അപ്പോൾ നിങ്ങളൊന്നും ദീർഘം ചിന്തിക്കുന്നില്ല, അങ്ങനെയുള്ള അടിയൊഴുക്കോ അടവുന്നതോ കാണിക്കില്ല. കക്കുന്ന കാര്യത്തിൽ നമ്മൾ ആൻറ്റി കോർപ്പറേഷൻ 100 കോടി കട്ടപ്പോൾ LDF UDF കൂടെ ഒന്നായി. പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ കക്കുമ്പോൾ UDF ഒന്നാവും. അത് മാത്രമല്ല BJP ഒന്നാവും. കക്കുന്ന കാര്യമെല്ലാം ഒന്നാണ്. നാട് നന്മയ്ക്ക് നോക്കൂല, കളിച്ചിട്ട് എന്തായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനം മാംസം കയറ്റി അയക്കുന്നതിൽ 2ാം സ്ഥാനം ലോകത്ത് ഇന്ത്യക്കാണ്. 35,000 കോടി രൂപയുടെ മാംസമാണ് കയറ്റുന്നത്. അത് UP നിന്നാണ്. എൻ്റെ ഹെഡ് ഓഫ് ഇരിക്കുന്ന ഡൽഹിയാണ്, UP നിന്നാണ്. അങ്ങനെ കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങളുള്ള UPയിൽ അയോധ്യക്ക് 15 കിലോമീറ്റർ ചുറ്റളവിൽ നോൺ വെജ് വിൽക്കാൻ പാടില്ല എന്നാണ്. എന്താണ് ശാസ്ത്രം, എന്താണ് സത്യം? ആരാണ് ഇത് പറയുന്നത്? കേവലം ആകെ ജനസംഖ്യയിൽ 1/3 പോലും ഇപ്പോഴും സംഘപരിവാർ അനുഭാവികളല്ല ഇന്ത്യയിൽ, 40% പോലും ഇല്ല. എന്നിട്ട് അവരാണ് പ്രഖ്യാപിക്കണം, അവരാണ് ലോകനീതി, അവരാണ് ഇന്ത്യ എന്ന്. ഇന്ത്യ നിങ്ങളിൽ നിന്നും അല്ല, ഇന്ത്യക്കാരുടെയാണ്. അവർ പറഞ്ഞിട്ട് അവരാണ് എല്ലാം എന്നാ. അങ്ങനെ ഓരോന്നും ഇപ്പൊ തിരുവനന്തപുരം കീഴടക്കി ഗവർണറായി മറ്റായി മറിച്ചായി എല്ലാം. എവിടെയാണോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ വിളിച്ചിരുന്നത്? നിങ്ങൾ എവിടെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്? സംഘപരിവാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ നിങ്ങൾ നിൽക്കുന്നുണ്ടോ? ചെറുവിരൽ. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അതിനുള്ള ബുദ്ധിയുണ്ടോ? അത് ഓരോരുത്തരും BJP പോകണം. നമ്മള് മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും BJP പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളണം. കുറച്ചാണ് കഴിഞ്ഞ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വിൽക്കാൻ മുസ്ലിം ലീഗ് BJP പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുസ്ലിങ്ങളുടെ ആവശ്യമില്ല. മുസ്ലിം ലീഗ് BJP സഖ്യത്തിൽ വന്നാൽ പിന്നെ മറ്റു മുസ്ലിങ്ങളുടെ ആവശ്യം അവിടെ ഇല്ല. ഇപ്പം ഞാൻ മുസ്ലിം ലീഗ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? 10,000 കണക്ക് മുസ്ലിങ്ങളുടെ അടുത്ത് ഞാൻ പോയിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. എത്ര പേര് എന്നെ നിർബന്ധിക്കാൻ അറിയോ? ഞാൻ വലിയ ആളൊന്നും അല്ലല്ലോ, എങ്കിലും ഇപ്പോൾ ഒരു അവസരമാണ് നിങ്ങൾക്ക് BJP മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം അധികാരമല്ല. അധികാരമാണ് ലക്ഷ്യമെങ്കിൽ ഓക്കെ, നമ്മുടെ ലക്ഷ്യം മറ്റ് പലതാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ മാർഗങ്ങൾ ഒന്നും മാത്രമാണ് അധികാരം. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് ചിന്തിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരും. ഇപ്പം ഇന്നലെ വരെ പ്രസംഗിച്ച് നടന്ന ആൾ ഇന്ന് BJP ഇന്ന് പല കോൺഗ്രസ്സുകാരും മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരും BJP പോകണം. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന കക്ഷിയല്ലേ, രജിസ്റ്റേർഡ് പാർട്ടിയല്ലേ, പോകട്ടെ. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാൽ അവർ ഭരിക്കട്ടെ, നമുക്ക് തടസ്സമൊന്നുമില്ല, നമ്മൾ തടസ്സപ്പെട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഈ 40% മുസ്ലിങ്ങളിൽ 95%, 97%, 100%-യും ആശയാഭിലാഷങ്ങളാണ് എൻ്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നത്.
അവരതാണ് തൽക്കാലം ആഗ്രഹിക്കുന്നില്ല BJP അധികാരത്തിൽ വരാൻ. അതുകൊണ്ടാണ് LDF നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ് UDF അധികാരത്തിൽ കയറട്ടെ എന്ന്. പക്ഷെ അത് ഉള്ള ദീർഘവീക്ഷണമൊന്നും UDF നേതാവ് കാണിക്കുന്നില്ല. ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത്തെ വീഴ്ച തെരഞ്ഞെടുപ്പ്. ഇത് തന്നെയായിരിക്കും ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും. എന്തെങ്കിലും കാരണത്തിൽ തൃശ്ശൂർ BJPക്ക് കൊണ്ടുപോയ കാര്യമുണ്ടോ? അവിടെ കോൺഗ്രസ് ഒന്നടങ്കം കാശ് വാങ്ങിച്ച് മാർച്ച് കൂട്ടിയത്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു ശതമാനം അതും ചെയ്ത്. ഇതിനേക്കാൾ ഉപരി കൃത്രിമമായിട്ട് 50,000 വോട്ടുകൾ സൃഷ്ടിച്ചു. SIR അപ്പോൾ 50,000 വോട്ടില്ല. സുരേഷ് ഗോപി വരെ അവിടെ വോട്ടുണ്ടായി. ഇപ്പൊ ഇതേ ഇലക്ഷൻ വന്നപ്പോൾ തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. എങ്കിലും ഈ ആംബുലൻസ് കൊണ്ടുപോലെ ഓടിപ്പാഞ്ഞ് കിടക്കാണ്. എവിടെ ആവശ്യം അവിടെ കൊടുക്കാണ്. എന്തൊരു രീതിയാണ്! ഇതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പറ്റം വിഭാഗം ജനത അവൻ നിൽക്കക്കള്ളിയില്ല. ഇന്ത്യ വിട്ടുപോവാണ് ചെറുപ്പക്കാർ. ആടെയാണെങ്കിലും ചെറുപ്പക്കാർ ഇന്ത്യ വിട്ട് പോകുന്ന മാത്രമേ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എൻ്റെ ഒരു സുഹൃത്തിന് 2 ഏക്കർ സ്ഥലം ഇവിടെ അറക്കപ്പടി ഭാഗത്ത് കൊണ്ട് അവരുടെ മക്കളെല്ലാം ഗൾഫിലാണ്. ഞങ്ങളിത് വീട്ടിൽ കാശ് കൊടുത്തിട്ട് കൈ ഒഴിയാൻ പോണെന്നാണ്. 2 രൂപയൊക്കെ പറഞ്ഞത് 1.25 കൊടുക്കാൻ തീരുമാനിച്ച മനസ്സിലായില്ല ഓരോ. അവർക്ക് താല്പര്യമില്ല, മക്കൾക്ക് താല്പര്യമില്ല. ഇവിടെ പ്രായമുള്ള കാണുന്നവർ മാത്രമേ ഉള്ളൂ. അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അതിൽ 2-2.5 വെച്ച് കൊടുക്കാൻ സ്ഥലമാണ്. ഒരു 1.25 ആണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. കാരണം നോക്കാൻ പറ്റില്ലത്. ഇതാണ് അവസ്ഥ ഇന്ത്യയിൽ, കേരളത്തിൽ. ഒരു വശത്തോടെ ജാതീയത, ഒരു വശത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊരു മനുഷ്യർ ഭയവിഹ്വലരാണെന്നേ. ഇപ്പോൾ അമേരിക്ക ന്യൂയോർക്ക് ടൈംസ് പത്രം പേരും പറഞ്ഞു 1 വർഷത്തൊക്കെ അവിടെ എന്താണ് ജാതി വംശഹത്യ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കേട്ട പിന്നെ ആൾക്കാർ പേടിയാവൂലേ? സത്യമായിട്ട് തെറ്റായിട്ട് ശരിയാകട്ടെ. ഇങ്ങനെയൊക്കെയാണ് പുറം രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് തീയില്ലാതെ പുകയില്ലാതെ പറയുമ്പോൾ അത് കുറേ ഒരു പരിധിയൊരു ഭരണകക്ഷിക്ക് ഉത്തരവാദിത്വമല്ലേ, പ്രതിപക്ഷ ഉത്തരവാദിത്വമല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഉത്തരവാദിത്വമല്ലേ? അങ്ങനെ ഭയപ്പാടുണ്ടാക്കി നോക്കണ്ടേ? ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അത് മറ്റൊന്നുമല്ല, ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന കാരണം വ്യവസായ യുഗം എന്നല്ലേ. വ്യവസായത്തോട് ജപ്പാന് കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ജപ്പാൻ ഒപ്പം നിൽക്കാൻ അമേരിക്ക സാധിക്കില്ല. അമേരിക്ക കുറേ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുമെന്നല്ലാതെ മറ്റ് രീതിയിൽ വ്യവസായം കുറവാണ്. ജപ്പാനാണ്. അതിൽ അവർ കണ്ടുപിടിച്ച 2 രീതിയിൽ. ഒന്ന് 2 സ്പ്രിങ് ഉപയോഗിച്ച് കാർ ഓടിക്കാന്ന്. അത്ഭുതമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് വാച്ചിലെ ഓട്ടോമാറ്റിക് അല്ലാത്ത കീ കൊടുക്കുന്നത് 2 സ്പ്രിങ്ങാണ്. ഒരു സ്പ്രിങ് അഴിഞ്ഞു വരുമ്പോൾ മറ്റേ സ്പ്രിങ് നമുക്ക് മുറുക്കി കൊടുക്കും. പണ്ട് ക്ലോക്കിനുള്ളവരെ അത് 2 സ്പ്രിങ് ഉണ്ടാക്കുന്നത്. അത് കീ കൊടുക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക് ചെയ്തതാണ്. അങ്ങനെ കാർ കണ്ടുപിടിച്ച് പിന്നെ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ കണ്ടുപിടിച്ച്. ഇതൊക്കെ ചീപ്പസ്റ്റ് വേ ആണ്. വളരെ വില കുറവാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ ഹരിയാനയിൽ 9 ലിറ്റർ വെള്ളം കൊണ്ട് 1 കിലോമീറ്റർ ഓടാം. ഇത് 2,000 പേര് കയറ്റി പോകുന്ന തീവണ്ടി. അങ്ങനെ എഞ്ചിനെ കണ്ടുപിടിച്ച് അടുത്തന്നെ ഇറങ്ങാൻ പോകണത്. ഒരു ട്രെയിനാണ്ട് 80 കോടിയോളം വില വരുമെങ്കിലും. അപ്പോൾ വായു മലിനീകരണമില്ല, പുകശല്യമില്ല, ഒന്നുമില്ല. സിമ്പിളായിട്ട് പോകാം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാനും ആശയ്ക്കും വൈകിട്ടെങ്കിലും മറുവശം വഴി ചിന്തിക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഭയവിഹ്വലരാതെ മാത്രമല്ല, ഇന്ത്യ വിട്ടു പുറത്തുള്ള ഒരു ടെൻഡൻസി, ഒരു വാസന കാണിക്കുകയാണ്. ഇതിനിടയിൽ കിടന്ന് സാധാരണക്കാർ കഷ്ടപ്പെടും. നമ്മൾ ലൂലു പോലും ജീപ്പിൽ അനൗൺസ്മെൻറ്റ് നടത്തി. അത് പൂക്കാട്ടുകൂടി ഭാഗത്തൊക്കെ അത് 10-12 15 കിലോമീറ്റർ അകലെയാണ്. പോയി ചുറ്റുവഴിക്കുക. അവരെ പോലും വിശ്വസിച്ച അവസ്ഥ എന്താണ്? അത്ര സുഭിക്ഷമാണെങ്കിൽ അവിടെ പോയി പരിശീലിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് അവസ്ഥ. അപ്പം ബഹുമാന്യരെ, ഇടതുപക്ഷമായാലും വലതുപക്ഷമാണെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കുക. നന്ദി ചെയ്യുന്നു.